ഹായ് ഗേസ്, നമ്മുടെ ഗവൺമെന്റ് ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഇവിടെയുള്ള യുവാക്കൾ OET PSC ഒന്നും ട്രൈ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ യുവാക്കൾ പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് അഡ്മിഷൻ നേടാതെ അവര് ഗുണ്ടാപ്പണിക്കിറങ്ങിയാലും അവരെയും കുറ്റം പറയാൻ ആർക്കും കഴിയില്ല. അത്രമേ ജീവിത സൗകര്യവും സാമ്പത്തിക സുരക്ഷിതത്വമാണ് ജയിൽ പുള്ളികൾ എൻജോയ് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്റെ ഗേസ്, ജയിൽ എന്നത് ഒരു റിട്രീറ്റ് സെന്ററോ അല്ലെങ്കിൽ ഒരു നവീകരണ സെന്ററോ തൊഴിൽ നൽകുന്ന സ്ഥാപനമോ അല്ല. അത് ക്രൈം ചെയ്യുന്ന തെളിയിക്കപ്പെട്ടവർക്കുള്ള പെനാൽറ്റി ഏരിയ ആണ്. ജയിൽ ഒരു പെനാൽറ്റി ഏരിയ ആണെന്നുള്ള കാര്യം ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിയാലിറ്റിയാണ്. പക്ഷേ കൂടുതൽ മനുഷ്യപരമായ സമീപനം കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജയിൽ സേഫ് ആണെന്ന ചിന്ത സമൂഹത്തിലുണ്ടാകുന്നു. തെറ്റ് ചെയ്യാത്തവനെ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ അനുസരിക്കുന്നവനെ ജയിലിൽ കഴിയുന്നവനോട് അസൂയ ഉണ്ടാക്കുന്ന പരിഷ്കാരങ്ങളും നയങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നത്. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. ജയിൽ പുള്ളികൾ ആരെങ്കിലും രോഗികളാവുകയാണെങ്കിൽ അവർ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയാൽ ബൈസ്റ്റാൻഡേഴ്സ് ആയി നിൽക്കുന്നതും അവരുടെ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബുകളിൽ പോകുന്നതും ഒക്കെ യൂണിഫോം ഇട്ട പോലീസുകാരാണ്. കെട്ടിടങ്ങൾ കൊടുക്കാതെ അടച്ചുറപ്പുള്ള നല്ല റൂഫുള്ള സെല്ലിൽ കിടക്കുമ്പോൾ താൻ കൊന്നവന്റെ ബന്ധുക്കളും കൂട്ടുകാരും വന്ന് ആക്രമിക്കുമെന്ന പേടിയും വേണ്ട. കാരണം 24 മണിക്കൂറും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 3 നേരം മൃഷ്ടാന ഭോജനം വിത്ത് നോൺ വെജ് ഐറ്റംസ് ആൻഡ് ഓർഗാനിക് വെജിറ്റബിൾസ്. അറിവ് നേടാൻ വിശാലമായ ലൈബ്രറി സൗകര്യം. ഈ ലൈബ്രറി സൗകര്യവും ഉണ്ട്. ആശാരിപ്പണിയോ തയ്യലോ കമ്പ്യൂട്ടറോ പ്ലംബിങ്ങോ വയറിങ്ങോ എന്ത് തൊഴിൽ വേണമെങ്കിലും സൗജന്യമായ പരിശീലനം ലഭിക്കും ജയിലിൽ. കുറ്റം ചെയ്യാത്ത മണ്ടന്മാർക്ക് ഈ തൊഴിലൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ അങ്ങോട്ട് കാശ് ചിലവാക്കണം. ജീവിതം ഈസി ആൻഡ് സെക്യൂർ ആണ് ജയിലിൽ. വീട്ടുകാരുമായി സംസാരിക്കാം, അഡ്വക്കേറ്റ്സുമായി സംസാരിക്കണമെങ്കിൽ അങ്ങനെയാവാം. വേണമെങ്കിൽ സൗജന്യമായ നിയമസഹായവും അവർക്ക് കിട്ടും. ഇപ്പോൾ ഇതാ തൊഴിൽ വേതനവും കൂട്ടി. ആശാവർക്കർമാർ അലറിക്കരഞ്ഞിട്ടും മൈൻഡ് ചെയ്യാത്ത സർക്കാരാണ്. ബോധോദയമുണ്ടായതുപോലെ വിശാലമായ കാഴ്ചപ്പാടോടെ ഹ്യൂമൻ കൺസിഡറേഷൻ എന്നും പറഞ്ഞ് ജയിൽ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജയിൽ പുള്ളികളായ മാതൃകാ പൗരന്മാരെ ഇങ്ങനെ സ്നേഹിച്ചു കൊള്ളുന്നത്. ഗേസ്, എനിക്ക് കളരിയും വാൾപ്പയറ്റും ഒക്കെ പഠിച്ചിട്ട് ഗുണ്ടാപ്പണിക്ക് പോകണമെന്ന് ചെറിയൊരു പ്ലാനുണ്ട് ഗേസ്. എങ്ങനെയെങ്കിലും ജയിലിനകത്ത് കയറി കൂടി ഒരു ജീവപര്യന്തം വാങ്ങണം ഗേസ്. അതാവുമ്പോൾ ഇനിയുള്ള കാലം സഫീഷ്യന്റ് ആയിട്ടുള്ള കൂലി കിട്ടും. നോ പോവർട്ടി, നോ സ്റ്റാർവേഷൻ. ലൈഫ് ഈസ് സേഫ് ആൻഡ് സെക്യൂർ ഇൻ ജയിൽ. അല്ലാതെ ഒരു ജോലിയും ഇല്ലാതെ മതിയായ ഭക്ഷണമില്ലാതെ നല്ലവളായ ഉണ്ണിയായി ഇനി ഈ ലില്ലിക്ക് ജീവിക്കേണ്ട ഗേസ്. ഈ പരിഷ്കൃത സമൂഹത്തിൽ ജയിൽ പുള്ളികൾക്കാണ് പ്രയോറിറ്റിയും കൺസിഡറേഷനും. അതുകൊണ്ട് ഇനി നമുക്ക് ജയിലിൽ വെച്ച് കാണാം ഗേസ്. എന്റെ ഗേസ്, വിസിറ്റേഴ്സ് ടൈമിൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും ഗേസ്. ഒരു നാൾ കോടീശ്വരിയായി ഞാൻ ജയിലിൽ നിന്ന് മടങ്ങി വരും ഗേസ്.